കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നത് മുതൽ ബി.ജെ.പിക്കാരുടെ സ്വപ്നം കേരളമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാനുള്ള ഒരു സാധ്യതയുമില്ല. ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിക്ക് കീഴിൽ 2016 ഒ രാജഗോപാൽ നേമത്ത് MLA ആയും 2024 തൃശൂരിൽ സുരേഷ് ഗോപി MP-യുമായത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കിയെങ്കിലും നിയമസഭയിലും ലോക്സഭയിലും മറ്റ് പറയത്തക്ക നേട്ടമൊന്നും ബി.ജെ.പിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഓരോ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് മറിയുമെന്നും ഭരണം പിടിക്കുമെന്നുമെല്ലാം നേതാക്കൾ ഗീർവാണ പ്രസംഗം നടത്താറുണ്ടെങ്കിലും ഭരണചക്രം പൂർണ്ണമായും കാവിക്കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സു കാണിക്കാത്ത ഏതാനും ചില സംസ്ഥാനങ്ങളിലൊന്നായി കേരളവും തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും കൗതുകമുണർത്തുന്നത്. ഇത്തവണത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നതിന് മുൻപ് ബി.ജെ.പി കേരളത്തിൽ പയറ്റുന്ന ഈ സെലിബ്രിറ്റി തന്ത്രത്തെ പറ്റി പറയാം. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതും ജനകീയരുമായ നേതാക്കൾ ബി.ജെ.പിക്ക് അധികമില്ല എന്നത് സത്യമാണ്. അതാത് പ്രാദേശിക മേഖലകളിൽ അണികളെ തട്ടിക്കൂട്ടുന്ന നേതാക്കൾ ഉണ്ടാകാമെങ്കിലും ഒരു VS-നെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ കരുണാകരനെ പോലെയോ E.K. നായനാരെ പോലെയോ എന്തിനധികം പറയണം, ഈ തലമുറയിലെ പല CPIM കോൺഗ്രസ് നേതാക്കളെ പോലെയോ പോലും ജനങ്ങൾ മനസ്സറിഞ്ഞ് നേതാക്കളായി കാണുന്ന ആരും ബി.ജെ.പിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇലക്ഷൻ ജയിക്കാൻ പ്രയാസമാണെന്ന് നല്ലതുപോലെ അറിയാവുന്നത് കാരണമാണ് അവർ ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് ജനപ്രീതിയുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒപ്പം കൂട്ടുകയോ ചെയ്യുന്നത്. സുരേഷ് ഗോപി മുതൽ ദേവൻ, പ്രിയദർശൻ, G. കൃഷ്ണകുമാർ, തുളസി, മേജർ രവി പോലുള്ളവരെ ഒപ്പം നിർത്താനായി ബി.ജെ.പി ശ്രമിച്ചിട്ടുള്ളതും അതിന്റെ ഭാഗമായാണ്. ഇതിൽ പലരും സ്ഥാനാർത്ഥികളായില്ലെങ്കിലും പ്രചാരണത്തിന് മുമ്പിൽ നിൽക്കുകയോ പാർട്ടി പരിപാടികളിൽ പങ്കുചേരുകയോ ചെയ്തവരാണ്. മോഹൻലാലിനെ പോലെ വലിയ താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമെന്ന് മുമ്പ് പലപ്പോഴും പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരെ നിർത്തി വിജയം കൊയ്യാമെന്ന സ്വപ്നം ഫലിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ബി.ജെ.പിക്കാർ നടത്തിയ ഈ തന്ത്രം ആദ്യമൊന്നും പ്രത്യേകിച്ച് ചലനമുണ്ടാക്കിയില്ലെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ഫലം കണ്ടു എന്നത് സത്യമാണ്. സുരേഷ് ഗോപി വിജയിക്കുന്നതിന് മുൻപ് തന്നെ ഈ തന്ത്രം മനസ്സിലാക്കിയ CPIM-ഉം കോൺഗ്രസും ഇതേ പാത പിന്തുടരുകയും ഇതിൽ മുകേഷ്, ഇന്നസെന്റ് മുതലായവർ ഇത്തരത്തിൽ ജനപ്രതിനിധികളായി മാറുകയും ചെയ്തത് മറ്റൊരു കഥ. ഇത്തവണയും പതിവ് പോലെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും റിയാലിറ്റി ഷോകളിൽ നിന്നുമെല്ലാം സ്ഥാനാർത്ഥികളെ ഇറക്കി വോട്ട് പിടിക്കാൻ കോപ്പ് കൂട്ടുകയാണ് ബി.ജെ.പി പാളയം. സിനിമാ താരങ്ങളായ ലക്ഷ്മി പ്രിയയെ പെരുമ്പാവൂർ മണ്ഡലത്തിലും അഞ്ജലി നായരെ തൃപ്പൂണിത്തുറയിലും വീണ നായരെ ഏറ്റുമാനൂരിലും നിർത്തിയപ്പോൾ റിയാലിറ്റി ഷോ താരങ്ങളായ അഖിൽ മാരാരെ തൃക്കാക്കരയിലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുണ്ടറയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രോമി കുര്യാക്കോസിനെ അങ്കമാലിയിലുമാണ് NDA മുന്നണി പരീക്ഷിക്കുന്നത്. ഇതിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കാരണം ലക്ഷ്മി പ്രിയയുടെയും വീണ നായരുടെയും സ്ഥാനാർത്ഥിത്വം തുലാസിലായതിനാൽ ഇവിടങ്ങളിൽ വീണ്ടും സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ തന്നെ എത്തിക്കുമോ എന്ന് കണ്ടറിയണം. ഇത്തരത്തിൽ മറ്റ് മേഖലകളിൽ ശോഭിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുന്ന പതിവ് മറ്റ് സംസ്ഥാനങ്ങളിൽ പതിവാണെങ്കിലും കേരളത്തിൽ ഈയിടെ കണ്ടു തുടങ്ങിയതാണ് ഈ ട്രെൻഡ്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം രാഷ്ട്രീയവും സിനിമയും ഇഴകിച്ചേർന്ന് നിൽക്കുന്നത് പോലെയല്ല കേരളത്തിലെ സ്ഥിതി. എങ്കിലും കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയും UDF-ലെ പാളയത്തിൽ പടയും നേതാക്കന്മാരുടെ അതിപ്രസരവും തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവസരം മുതലാക്കി എങ്ങനെയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ബി.ജെ.പി ഈ സമീപനം പിന്തുടരുന്നതിൽ അത്ഭുതവുമില്ല. എന്നാൽ സുരേഷ് ഗോപി വിജയിച്ചതുപോലെ അത്ര എളുപ്പമാകില്ല ബി.ജെ.പിക്ക് ഇത്തവണ നിയമസഭയിലെ കാര്യങ്ങൾ. മുൻപ് 2 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ സഹതാപ തരംഗവും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി എന്ന ധാരണയുമെല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിന് നാന്ദിയായെങ്കിൽ അത്തരമൊരു ആനുകൂല്യം ബി.ജെ.പിയുടെ മറ്റ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾക്ക് കിട്ടില്ല. മാത്രമല്ല സുരേഷ് ഗോപിയെ പോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് കരിയർ സൃഷ്ടിച്ചെടുത്തവരുമല്ല മുൻപ് പറഞ്ഞ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ. ഇതിനെല്ലാം പുറമെ ഇത്തവണ ലോക്സഭയിലേക്ക് വിജയിച്ചെങ്കിലും അടുത്ത വർഷം താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ
സുരേഷ് ഗോപി പോലും വിജയക്കൊടി പാറിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഒരു കലുങ്ക് സംവാദം വെച്ച് ഉള്ള ഇമേജ് മുഴുവൻ കളഞ്ഞു കുടിച്ച താരമാണ് സുരേഷ് ഗോപി. ഇതെല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നത് BJPയുടെ ഈ പതിവ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി സംസ്കാരം ഇത്തവണ വേരുപിടിക്കാൻ പ്രയാസമാകുമെന്ന നിഗമനത്തിലേക്ക് തന്നെയാണ്. പേരല്ല, പ്രവൃത്തിയാണ് കേരളത്തിലെ ജനങ്ങൾ സ്ഥാനാർത്ഥികളിൽ കാണുന്ന പ്രധാന മേന്മ എന്ന് തെളിയിക്കപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പും. 2 വട്ടം MLA ആയിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഭരണപക്ഷമായിട്ട് പോലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്വന്തം നാട്ടുകാരനായ മുകേഷിന് നിലം തൊടാത്ത പരാജയം ഏൽക്കേണ്ടി വന്നത് അതിന്റെ തെളിവാണ്. അതിനാൽ BJPയുടെ ഈ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ ഇത്തവണ പരാജയം രുചിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.